ഹായ് എവരി വൺ. ഞാൻ പലപ്പോഴും എടുക്കുന്ന വർക്കൗട്ട് അനുബന്ധമായ ടിപ്സും ട്രെയിനിങ്ങും ഇങ്ങനെയുള്ള വരുന്ന എല്ലാ കമ്പോണൻസും ബേസിക്കലി കൂടുതലായിട്ട് വരുന്നത് വെയ്റ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, അതുപോലെ തന്നെ കാർഡിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ നിങ്ങളോട് എപ്പോഴും സംസാരിക്കാറുള്ളത്. അത് പലപ്പോഴും ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് ഒരു വെയ്റ്റ് ലോസ് ജേർണി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായ ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന കാർഡിയോയും വെയ്റ്റ് ട്രെയിനിങ്ങുമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലി ചിലപ്പോൾ ഒരു 60-70% സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ ആളുകൾക്ക് കൂടുതൽ ഡൗട്ടുള്ള ടോപ്പിക്കുകളും വെയ്റ്റ് ട്രെയിനിങ്, ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സസൈസ് സെലക്ഷൻ എങ്ങനെയായി ചെയ്യാം, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ഏതാണ്, ഒരു ഇഞ്ചുറി പ്രിവെൻഷന് പറ്റുന്ന വർക്കൗട്ട് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ടോപ്പിക്സാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് പലപ്പോഴും പല ക്ലയൻസും ഒരു ഫിറ്റ്നസ് ജേർണി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രോബബ്ലി ഇപ്പോൾ ഒരു 10 കിലോ അവരുടെ വെയ്റ്റ് ലോസ് ജേർണി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 15 കിലോസ് വെയ്റ്റ് ലോസ് ജേർണി കഴിഞ്ഞു, അല്ലെങ്കിൽ അവരൊരു 5 to 6 കിലോസ് മസിൽ ബിൽഡിങ് ചെയ്തു. അതിനുശേഷം പലപ്പോഴും അവരൊരു ഫിറ്റ്നസ് ജേർണിയിലേക്കുള്ള അവരൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ പോയി. കാര്യം അവർ സഫിഷ്യൻറ്റ് റിസൾട്ട്സ് ആയിക്കഴിഞ്ഞു. ഇനി അതൊരു മെയിൻ്റനൻസ് ഫേസിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോഞ്ചിവിറ്റിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു പാറ്റേണിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പല ക്ലയൻസും അവരുടെ ആ ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടു ജിമ്മിലേക്ക് വരാനുള്ള. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഗോൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗോളിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പലപ്പോഴും നമ്മുടെ ജിമ്മിൽ വരാൻ നേരത്ത് നമുക്ക് കാണാം, ചിലർ വെയ്റ്റ് ലോസ് ജേർണി കഴിഞ്ഞു, അവർക്ക് അല്ലെങ്കിൽ ഒരാൾ മസിൽ ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞു, അവർക്ക് ഏറ്റവും കൂടുതൽ ലാഗ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്യാവുന്ന അടുത്തൊരു കമ്പോണൻ്റാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമ്മൾ ജിമ്മിൽ വരുമ്പോൾ ട്രെയിൻ ചെയ്യാൻ നേരത്ത് ഉള്ള കാർഡിയോവാസ്കുലർ കപ്പാസിറ്റി, മസിൽ സ്ട്രെങ്ത്, മസിൽ എൻഡുറൻസ്, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ് ഫ്ലെക്സിബിലിറ്റി. നോർമലി ജെനറ്റിക്കലി ചിലവർക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാം, ചിലവർക്ക് ഫ്ലെക്സിബിലിറ്റി വളരെ പുവർ ആയിരിക്കാം, ചിലവർക്ക് ട്രെയിനിങ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാം. കാര്യം നമ്മളിപ്പോൾ വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോർവേഡ് ബെൻഡിങ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിനെ സ്പെസിഫിക്കലി ട്രെയിൻ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്. യോഗ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേജർ കമ്പോണൻസ്. നമുക്കൊരിക്കലും ഒരു ഫ്ലെക്സിബിലിറ്റി ട്രെയിൻ ചെയ്ത് മേജറായിട്ടൊരു വെയ്റ്റ് ലോസോ മസിൽ ബിൽഡിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ യോഗ പോലത്തെ എക്സസൈസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫിറ്റ്നസ് ജേർണിയിൽ സ്റ്റക്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് സഫിഷ്യൻറ്റ് മസിൽ മാസ് ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേർണി കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന അടുത്തൊരു കമ്പോണൻ്റാണ് നിങ്ങൾ സ്വയം ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിഫാവുന്ന ജോയിൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഷോൾഡർ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരുമ്പോൾ നമുക്കിപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കൈ റൈറ്റ് സൈഡ് നമുക്ക് മൊബിലിറ്റി ഉണ്ട്, ലെഫ്റ്റ് സൈഡ് നമുക്ക് മൊബിലിറ്റി തീരെ വീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു കമ്പോണൻറ്റിലേക്കാണ് നിങ്ങൾക്ക് ഷോൾഡർ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ട്രെയിനിങ് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത്. അതുപോലെ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഫ്ലോറിൽ മുട്ട് ബെൻഡ് ചെയ്യാതെ നമുക്ക് ഫ്ലോർ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹാംസ്ട്രിങ് ടൈറ്റ് ആണ്, ഹാംസ്ട്രിങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവണം. അതുപോലെ നമ്മൾ ഇരുന്നിട്ട് ഫോർവേഡ് റീച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്, ഭയങ്കര സ്റ്റിഫ്നെസ് അനുഭവം, പ്രോബബ്ലി നിങ്ങളുടെ ലോവർ ബാക്കും സ്റ്റിഫാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലൂട്ട്സ് ടൈറ്റൻഡ് ആണ്. ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്ന കമ്പോണൻസിലേക്ക് നന്നായി ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒരു 2-3 സെഗ്മെൻ്റായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മരിയ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഈ മേജർ കമ്പോണൻ്റായ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ക്ലാസ് സെഷൻ എടുക്കുന്ന മരിയ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോവർ ബാക്ക് മസിൽസിന്റെ ടൈറ്റ്നെസ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 എക്സസൈസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ആൻഡ് കൗ എന്ന് പറഞ്ഞ എക്സസൈസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കാം. ഇതിൽ നമ്മുടെ നീയുടെ അവിടെ നമ്മുടെ എൽബോസ് നീയായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഇവിടെ ഒന്ന് ഈ ഫുൾ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ഹാൻഡ്. അവിടെ നിന്ന് 1 പമ്പ് പോർഷൻ എക്സ്ട്രാ വെച്ചിട്ട്, ഇതാണ് നമ്മുടെ ക്യാറ്റ് ആൻഡ് കൗ ചെയ്യേണ്ട പ്രോപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് പ്ലേസ്മെന്റ് വരേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, മാക്സിമം ബാക്ക് ആർച്ച് ചെയ്തിട്ട് ഹെഡ് അപ്പ് ചെയ്ത് അവിടെ നിന്ന് ഭയങ്കര സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ബാക്ക് റൗണ്ട് ചെയ്ത് ഹെഡ് ഡൗൺ ചെയ്യുക.
ഓക്കെ, ഇത് മാക്സിമം ഒരു 10 to 12 reps എങ്കിലും റിപ്പീറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ നീ ടു ചെസ്റ്റ് സ്ട്രെച്ച് ആണ്. അപ്പോൾ അത് നമ്മൾ ലൈ ഓൺ യുവർ ബാക്ക്. ഓക്കെ, ലിഫ്റ്റ് വൺ ഓഫ് യുവർ ലെഗ്, hands together, close your chest and hold there for 20 to 30 seconds. Repeat the same on your other leg. Both legs together. Rate should be normal, okay? Okay. ഇനി നമ്മൾ തേർഡ് വൺ കോബ്ര സ്ട്രെച്ച് എന്ന് പറയും. നമ്മൾ നമ്മുടെ ഒരു പ്രൊണേറ്റഡ് പൊസിഷനിൽ ലൈ ഡൗൺ ചെയ്യാം. നമ്മുടെ മാക്സിമം 2 കൈ ഒരു 90 ഡിഗ്രി പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെസ്റ്റിന് ക്ലോസ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. ഇവിടെ നിന്ന് നല്ലോണം ബ്രീത്ത് ഇൻ ചെയ്യാം. ലിഫ്റ്റ് യുവർ ബോഡി അപ്പ്. ആൻഡ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് ബാക്കിലോട്ട് പോകണ്ട. നമുക്ക് മാക്സിമം എന്തോരം കപ്പാസിറ്റി ഉണ്ട് ആ ഒരു കപ്പാസിറ്റിന് ലൈറ്റായിട്ട് മാത്രം ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ ഒരിക്കലും മുകളിലോട്ട് ഹെഡ് ടിൽറ്റ് ചെയ്ത് നോക്കരുത്. പകരം നമ്മുടെ താഴെ തന്നെ 3-4 ഡിസ്റ്റൻസിലോട്ട് നമ്മുടെ നോട്ടം പോകാൻ നോക്കാം. ഓക്കെ, ആൻഡ് ഹോൾഡ് ദെയർ ഫോർ ഒരു 20 to 30 seconds ലൈക്ക് ദിസ്. ബ്രീത്ത് നല്ല നോർമൽ ആയിരിക്കണം. And relax. Repeat again. Okay. ഇത് മാക്സിമം ഒരു 5 to 6 reps നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ 5 to 6 reps ചെയ്താൽ മതി. എന്നിട്ട് ആഫ്റ്റർ സം ഡേയ്സ് ഒരു 10 to 12 റെപ്സിലേക്ക് നമുക്ക് പയ്യെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാം. ഫോർത്ത് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈൽഡ് പോസ് എന്ന് പറയും. നമ്മൾ സെയിം ഈ പ്രൊണേറ്റഡ് പൊസിഷനിലേക്ക് വരാം. 2 കൈ 90 ഡിഗ്രി പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ലിഫ്റ്റ് യുവർ ബോഡി ആൻഡ് ട്രൈ ടു സിറ്റ് ഓൺ യുവർ ബാക്ക് ലൈക്ക് നീസ് ലൈക്ക് ദിസ്. ആ ഒരു പൊസിഷനിൽ ഒരു 20 to 30 seconds ഹോൾഡ് ചെയ്യാം. അഗെയിൻ റിപ്പീറ്റ് 10 to 12 reps. ദ ലാസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്പൈൻ ട്വിസ്റ്റ് എന്ന് പറയും. സുപ്പൈൻ പൊസിഷനിൽ നമുക്ക് ലൈ ഡൗൺ ചെയ്യാം. ഓൺ യുവർ ബാക്ക്, ഫീറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ കൈ 2 ഭാഗത്തേക്കും മാക്സിമം സ്ട്രേറ്റ് ചെയ്ത് വെക്കാം. ലിഫ്റ്റ് യുവർ ടോസ്, ബോത്ത് ടോസ് വിൽ ബി ലിഫ്റ്റഡ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നീ സൈഡ് ടു സൈഡ്, നമ്മുടെ താഴെ വെച്ച കൈ ഒരിക്കലും ഇങ്ങനെ പൊങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷോൾഡർ ഇങ്ങനെ പൊങ്ങാനോ ഒന്നും പാടില്ല. അത് മാക്സിമം ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ പഠിപ്പിച്ചേക്കണം. നമ്മുടെ നീസ് മാക്സിമം സൈഡ് ടു സൈഡായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യിപ്പിക്കാൻ നോക്കാം. ബ്രീത്തിങ് ഷുഡ് ബി നോർമൽ ഓവർ ഹിയർ. ഇതാണ് നമ്മൾ 5 ലോവർ ബാക്ക് സ്റ്റിഫ്നെസ് റെഡ്യൂസ് ചെയ്യാനുള്ള എക്സസൈസ്. ഇപ്പോൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ, അതായത് മാക്സിമം വീക്കിൽ ട്രൈസ് 4 times ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ലോവർ ബാക്ക് സ്റ്റിഫ്നെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും.